നല്ല മധുരവും രുചിയുമുള്ള നാരും പുഴുവും ഒന്നും ഇല്ലാത്ത മാമ്പഴം കഴിക്കാൻ ഒരു കുളമ്പ് മാവ് വീട്ടുവളപ്പിൽ നട്ടാൽ മതി. നമ്മുടെ വീട്ടിലേക്കും അയൽ വീടുകളിലേക്കും ആവശ്യമായ മാമ്പഴം ഒരു മരത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിലും കുളമ്പ് മാമ്പഴം വിപണിയിൽ അങ്ങനെ കാണാറില്ല. അതിൻ്റെ കാരണങ്ങൾ പുറകെ പറയാം. ശ്രീലങ്കയിൽ പോപ്പുലറായ കറുത്ത കുളമ്പൻ മാവ് സഞ്ചാരികൾ വഴി കേരളത്തിലെത്തി പിന്നീട് വ്യാപകമായതാണ് കുളമ്പ് മാവ് എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി വളർന്ന് കായ്ഫലം തരുന്ന കുളമ്പ് വീട്ടാവശ്യത്തിനുള്ള മാമ്പഴം കിട്ടാൻ അനുയോജ്യമായ ഇനമാണ്. കായ്കളുടെ പുറംതൊലിക്ക് നല്ല കട്ടിയുള്ളതുകൊണ്ട് പഴങ്ങളിൽ പുഴുശല്യം അങ്ങനെ ഉണ്ടാകാറില്ല. സാധാരണയായി മാങ്ങകളുടെ ഇളം പ്രായത്തിലാണ് പെൺകായീച്ചകൾ കായ്കളുടെ പുറത്തൊലി തുളച്ച് ഉള്ളിലേക്ക് മുട്ടയിടുന്നത്. കായ്കൾ പഴുത്തു തുടങ്ങുന്ന സമയത്ത് ഈ മുട്ടകൾ വിരിഞ്ഞ് ലാർവകൾ പഴുത്ത് സോഫ്റ്റായി തുടങ്ങുന്ന പഴത്തിനുള്ളിലേക്ക് കയറും. അതുകൊണ്ടാണ് നമ്മൾ പഴുത്ത മാങ്ങ മുറിക്കുമ്പോൾ ഉള്ളിൽ പുഴുക്കൾ കാണുന്നത്. കുളമ്പ് മാങ്ങയുടെ പുറംതൊലിക്ക് നല്ല കട്ടിയുള്ളതുകൊണ്ട് കായീച്ചയ്ക്ക് അത്ര എളുപ്പത്തിൽ ഉള്ളിലേക്ക് മുട്ടകൾ നിക്ഷേപിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുളമ്പ് മാമ്പഴത്തിൽ പുഴുശല്യം അധികം കാണാറില്ല. ഒറ്റ തവണയായി മാവ് മുഴുവൻ പൂക്കുന്ന രീതിയല്ല കുളമ്പിൻ്റേത്. പൂത്തു തുടങ്ങുന്ന സമയം കുറച്ച് പൂങ്കുലകൾ വന്ന് അവ കണ്ണിമാങ്ങ ആയ ശേഷം വീണ്ടും പുതിയ കുറേ പൂങ്കുലകൾ വരും. കായ്ക്കുന്ന സീസണിൽ പല പ്രായത്തിലുള്ള കായ്കളായിരിക്കും മരത്തിലുണ്ടാവുക. വിളഞ്ഞ കായ്കൾ പറിച്ചു വെച്ച് പഴുപ്പിച്ചാൽ പഴങ്ങൾക്ക് രുചിയും മധുരവും കുറവായിരിക്കും എന്നതാണ് കുളമ്പ് മാവിൻ്റെ ഒരു ദോഷം. മരത്തിൽ നിന്ന് തന്നെ പഴുത്ത് പാകമായി ഞെട്ടറ്റ് താഴ്ത്തു വീഴുന്ന സമയത്ത് മാമ്പഴത്തിന് മധുരവും രുചിയും ഫ്ലേവറും ഏറ്റവും കൂടിയ അവസ്ഥയായിരിക്കും. പ്രധാനമായും ഈ കാരണം കൊണ്ടാണ് കുളമ്പ് വീട്ടാവശ്യത്തിന് നല്ലത്, വിൽപ്പന ഉദ്ദേശിച്ചാണെങ്കിൽ ശരിയാവില്ല എന്ന് പറയുന്നത്. മറ്റൊരു കാരണം പഴുത്ത മാങ്ങയുടെ നിറമാണ്. പഴുത്തു കഴിഞ്ഞാലും മാങ്ങ പച്ച നിറത്തിൽ തന്നെ ഇരിക്കും. ശ്രദ്ധ ആകർഷിക്കുന്ന നിറമില്ലാത്തതുകൊണ്ടും വിപണനം ബുദ്ധിമുട്ടാണ്. എൻ്റെ വീട്ടിൽ 4 വർഷം മുമ്പ് വിത്ത് നട്ട് കിളിപ്പിച്ച കുളമ്പ് മാവ് ഈ വർഷം ആദ്യമായി കായ്ച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ആ മാവാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ഗാർഡനിങ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.